ഇടുക്കി തൊടുപുഴ കോലാനി നടുക്കണ്ടത്ത് വീടിന് തീപിടിച്ചു. കാലാപ്പള്ളി ജോയ് എന്നയാളുടെ വീടിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ജോസിൽ ചേരുകയാണ്. ജോസിൽ, തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? അപകടകരമായ സാഹചര്യമാണോ? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? മനു, തീ ഏതാണ്ട് പൂർണ്ണമായും തന്നെ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏതായാലും ഫയർഫോഴ്സിനും അത് ഏതായാലും പിടിപ്പത് പണിയായി മാറിയിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇപ്പോൾ രണ്ടാമത്തെ തീപിടുത്തമാണ് ഈ തൊടുപുഴ പ്രദേശത്ത് തന്നെ നടക്കുന്നത്. ഇപ്പോൾ ഇതൊരു വീടിനാണ് തീ പിടിച്ചിരിക്കുന്നത്. ഇവിടെ ഫയർഫോഴ്സ് എത്തി അതിൻ്റെ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്ന അമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇത് എപ്പോഴാണ് അമ്മ സംഭവിച്ചത്? എൻ്റെ മുന്നുവാനെ എനിക്ക് സമയം പറ്റി എനിക്കറിയാമോ? ആണോ? ഏതായാലും ഇവിടുത്തെ ബാങ്ക് പ്രസിഡൻ്റായിട്ടുള്ള കോലാനി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രശോഭ് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചതാണ്? ഇത് വീടിൻ്റെ പുറകിലായിട്ട് പഴയ മോഡലിലുള്ള ഒരു മച്ചക്കയുള്ള ഒരു പോർഷൻ കൂടെ ഉണ്ട്. ഈ പോർഷനിലാണ് ഇപ്പോൾ ഒട്ടുപാൽ ഉൾപ്പെടെയുള്ള റബ്ബറിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണങ്ങാൻ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് അടുക്കളയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. ആ രൂപത്തിൽ തീ പിടിച്ചാണെന്നാണ് പ്രാഥമികമായിട്ട് ഫയർഫോഴ്സിൻ്റെയൊക്കെ ഒരു നിഗമനം. ഇത് വലിയ തോതിൽ പുക വരുന്നത് കണ്ടാണ് ഞങ്ങൾ നാട്ടുകാരെല്ലാം ഓടിക്കൂടുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഫയർഫോഴ്സിൽ അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തുകയും അവർ സമീപബന്ധുവായിട്ട് തന്നെ ഇടപെടൽ നടത്തി തീ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നിലവിൽ നടന്നിട്ടുള്ളത്. മനു, ഇതാണ് ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇപ്പോൾ ഏതാണ്ട് തീ അണച്ചിരിക്കുകയാണ്. ഇവയും റബ്ബർ ഷീറ്റൊക്കെ ഉണങ്ങാനിട്ടിരുന്ന ഒരു പുകപ്പുരയോട് ചേർന്ന പ്രദേശമാണ്. ഈ റബ്ബറിന് തീ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും തീ ആളിപ്പെടാൻ സാധ്യതയുണ്ട്. വലിയ പുകയെല്ലാം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പുക ഇതുവരെ അടങ്ങിയിട്ടില്ല. പക്ഷേ തീ ഏകദേശം ഫയർഫോഴ്സിൻ്റെ സഹായത്തോടുകൂടി തൊടുപുഴ യൂണിറ്റിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി ഏതാണ്ട് അണച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ ഒരു പ്രായമായ രണ്ടുപേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർ പുറത്തേക്ക് വേറെ ആളപായമൊന്നും ഉണ്ടാകാതെ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഈ വീട്ടിലെ ഉടമസ്ഥനായിട്ടുള്ള ആണോ? ഏതായാലും ഏകദേശം പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവരുടെ പണി തുടരുകയാണ്. മനു, ശരി. വീടിന് തീ പിടിച്ചു, പക്ഷേ അപകടകരമായ സാഹചര്യം ഒഴിവാക്കിയിരിക്കുന്നു. ഫയർഫോഴ്സ് വളരെ വേഗത്തിലെത്തി തീ അണച്ചിട്ടുണ്ട്. ഈ ഒട്ടുപാലും റബ്ബറും ഷീറ്റുമൊക്കെ സൂക്ഷിക്കുന്ന പുകപ്പുരയിൽ നിന്നാണ് തീ പിടിച്ചത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതാണ് പ്രാഥമിക നിഗമനം. വരും സമയങ്ങളിൽ നമുക്കതിൻ്റെ ഒരു കൂടുതൽ വ്യക്തതയിലേക്ക് പോകാൻ കഴിയും.